രത്നശാസ്ത്ര ആരംഭിക്കുകയായി ജനൻ ടി വിയിൽ. ഒപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. രത്നശാസ്ത്രയിൽ നമ്മൾ രത്നങ്ങളെ മാത്രമല്ല ഉൾപ്പെടുത്താറുള്ളത്. നമ്മൾ ഗ്രഹങ്ങൾ എങ്ങനെയാണ് ഓരോ വ്യക്തികളെയും സ്വാധീനിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ച് ആയിട്ടുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ലഗ്നത്തെക്കുറിച്ചും ലഗ്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു സൈൻ ഓഫ് ലിയോ. സോഡിയാക് സൈനിൽ 5ാമത്തെ സൈനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ചിങ്ങം ലഗ്നക്കാര് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ലഗ്നങ്ങളിൽ ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലഗ്നമല്ല. ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം ഓഫ് ബർത്ത് കൊണ്ട് കണ്ടുപിടിക്കുന്ന ഒരു സംഗതിയാണ്. ആ സൈൻ പവർഫുൾ ആയിട്ടുള്ള ഒരു സൈനാണ്. അതിൽ ലഗ്നം വന്നാൽ എങ്ങനെയാണ് എന്നാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, ഈ ലഗ്നം മാത്രം നമ്മൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സൈൻ മാത്രം നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അവർ എല്ലാ ടൈമും ഒരേപോലെ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ആ ലഗ്നാധിപൻ്റെ രത്നം സൂട്ടബിൾ ആയിരിക്കുമെന്ന് നമുക്ക് അങ്ങനെ ഒറ്റ നോട്ടത്തിൽ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു എക്സാമ്പിൾ അടക്കം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി. റൂബി ആൾക്ക് പറഞ്ഞിട്ടില്ല, ആൾക്ക് കൊടുത്തിരിക്കുന്നത് റൂബിയുടെ ഉപരത്നമായ ഗാർനറ്റാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. പിന്നെ ആളുടെ ഒരു രോഗാവസ്ഥകളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇപ്പം സാർ പറഞ്ഞു, ഈ എല്ലാവർക്കും നമുക്ക് ദശാകാലങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന രീതികൾ സാറ് പറയുകയുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു നല്ല രാശിയാണ് അല്ലെങ്കിൽ രത്നം നല്ലതാണെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഒരേപോലെ ആവില്ല ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ. തീർച്ചയായിട്ടും പിന്നെ എല്ലാവരുടെ ചാർട്ടുകൾ അല്ലെങ്കിൽ എല്ലാവരുടെ ജീവിതത്തിലും വരാറുണ്ടെന്ന് പറയാം. സാമാന്യമായിട്ട് നല്ല നമുക്കൊരു ആ ഒരു സൈനിൻ്റെ, അതായത് ആ ലിയോ സൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സാണ് നമ്മൾ പറയുന്നത്. അത് പല വ്യക്തികളിലും പലതരത്തിലായിരിക്കും എന്ന് മാത്രം. അത് മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം അതിനകത്ത് പെടും. ഉദാഹരണത്തിനകത്ത് സൂര്യൻ, ചൊവ്വ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളിലൊക്കെ പോസിറ്റീവായിട്ട് ആ ലഗ്നത്തിൽ നിന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. വളരെ പവർഫുൾ. ചൊവ്വ എങ്ങനെ ഇവിടെ നിന്നാണെന്ന് നമുക്ക് പറയാം, സംസാരിക്കാം. നമ്മൾ ചൊവ്വ കർക്കിടകത്തിൽ എങ്ങനെ നിന്നു, ചിങ്ങത്തിൽ എങ്ങനെ നിൽക്കും നമ്മൾ സംസാരിച്ചതിലേക്ക് വരാം. ഓക്കെ. ഇപ്പോൾ സാറ് നമ്മൾ പറഞ്ഞു റൂബിയുടെ ഉപരത്നമാണ് നമ്മൾ ഗാർനറ്റ് കഴിഞ്ഞ ചാർട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കൂടെ സാറ് പറഞ്ഞ വേറെ 1-2 ഉപരത്നങ്ങളുണ്ട് റൂബിക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രത്നങ്ങളെ കുറിച്ച്. ഒന്ന് സൺസ്റ്റോൺ എന്ന് പറയുന്ന ഉപരത്നമാണ്. സൺസ്റ്റോൺ ഇതുപോലെ തന്നെ നമ്മൾ ഫ്ലഡ് സ്പാർ എന്ന് പറയുന്ന മിനറൽ ഗ്രൂപ്പ്, അതായത് നമ്മുടെ മൂൺ സ്റ്റോണൊക്കെ ആ ഗ്രൂപ്പിലാണ് വരുന്നത്. ആ റോക്ക് മിനറൽ വരുന്നതാണ് ഇത്. പക്ഷേ ഇതിനകത്ത് മൈക്രോക്ലൈൻ എന്ന് പറയുന്നിട്ടൊരു ഘടകം കൂടെ ഉണ്ട്. ഇതിനൊരു ചെറിയൊരു ഷിമ്മറിങ് എഫക്റ്റ്, ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കുന്ന, അത് ചെറിയൊരു ഷീൻ പോലെ തന്നെ വരും. അത് അത്ര മറ്റേ പൈറൈറ്റൊക്കെ പോലെ അങ്ങ് തിളങ്ങല്ല, എന്നാലും അതിനകത്തൊരു ചെറിയ ഒരു ലൈനിങ്, ഒരു ചെറിയൊരു തിളക്കം പോലെ തോന്നും നമുക്ക്. സൺസ്റ്റോണിനകത്ത് അങ്ങനെ മേളിൽ കണ്ടിട്ടില്ലേ, ഒരു ഗ്ലിറ്ററിങ് ഫീലിംഗ് ഉണ്ടാക്കണം. മൈക്രോക്ലൈൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ടാവും. അത് ആ മിനറൽ തന്നെ നമുക്ക് ഗ്ലാസ്സിനും അങ്ങനെയുള്ള പല സിറാമിക് പ്രോഡക്ട്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മിനറലാണ്. അതെ അതാണ് ഇതിനകത്തുള്ളത്. അത് ഈ ഒരു ഇളം മഞ്ഞ മുതൽ ബ്രൗണിഷ് അങ്ങനെ പോവും അതിൻ്റെ കളർ. അത് നല്ല ഒരു ഷൈനിങ് സ്റ്റോൺ തന്നെയാണ് കേട്ടോ. കാഴ്ചയിലൊരു ഭംഗിയാണ്. പൈറൈറ്റ് വേറൊരു ഭാവമാണെങ്കിൽ സൺസ്റ്റോൺ വേറൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. പൈറൈറ്റിനകത്ത് എന്ന് വെച്ചാൽ അയൺ കണ്ടൻസ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ട്. അപ്പോൾ ഗോൾഡിൻ്റെ ആ ഒരു ചെറിയ ഇൻക്ലൂഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിനകത്ത് സൺസ്റ്റോണിനകത്ത് ഒരു ചെറിയൊരു ബ്രൗണിഷ് ആയിട്ടാണ് വരുന്നത്. അത് നമുക്കിത് ഇനി ഉപരത്നമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ പേര് തന്നെ അതാണല്ലോ, സൺസ്റ്റോൺ എന്നാണ്. അതാണ്. അതായത് റൂബി ഉപയോഗിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ റൂബി മാച്ച് ആയിട്ടുള്ള ഒരാൾക്ക് ധാരാളമായിട്ട് നമുക്ക് പെൻഡൻസും അതുമൊക്കെ ഉപയോഗിക്കാറുണ്ട്, ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. വലിയ ലോക്കറ്റുകൾ റൗണ്ട് ഷേപ്പിലും ഹാർട്ട് ഷേപ്പിലും ഒക്കെ ഇത് കിട്ടും. പിയർ ഷേപ്പിൽ മാർക്കറ്റിൽ നമുക്ക് ധാരാളമായിട്ട് കിട്ടും. വില കുറഞ്ഞ സ്റ്റോണാണ്. വില കൂടിയതുണ്ട്. ഒറിഗോൺ എന്ന് പറയും, USA
ഒറിഗോണിലൊക്കെ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ അല്ല, അവിടെ മൈൻസ് എടുക്കുന്ന ഇത് സൺസ്റ്റോണിന് വില കൂടുതലാണ്, നല്ല ട്രാൻസ്പെറൻസി ഉള്ള കല്ല. അതിനകത്ത് കോപ്പറിൻ്റെ കൂടെ അംശം അതിനകത്ത് ചേരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ അതിന് വിലയുള്ള കല്ലുമാണ് സൺസ്റ്റോൺ. പൊതുവേ സൺസ്റ്റോൺ വില കുറവാണ്. നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിലുള്ളതിന് വലിയ വിലയൊന്നുമില്ല, പക്ഷെ ഒറിഗോണിൽ നിന്ന് വരുന്ന നല്ല വിലയുള്ള സ്റ്റോണുകൾ. അത് അവിടുത്തെ ആ ഒരു മൈനിങ്ങിന്റെ അല്ലെങ്കിൽ മൈനിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്, മണ്ണിന്റെ പ്രത്യേകതയാണ്, ഭൂമിക്കടിയിലുള്ള മണ്ണിന്റെ പ്രത്യേകതയാണ്. ഓരോ സ്ഥലത്തും ഓരോന്ന് വിളഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. അല്ലാതെ ലോകത്ത് മുഴുവൻ ഒരേ ടൈപ്പ് മണ്ണല്ലല്ലോ. അല്ല, നമ്മുടെ നാട്ടിലാണെങ്കിലും ചില കൃഷിക്ക് പറ്റിയ മണ്ണ് ചിലയിടത്തുണ്ട്, അവിടെ വേറെ കൃഷികൾ ചെയ്താൽ നമുക്ക് അത്ര നന്നാകത്തില്ല. കാലാവസ്ഥകൾക്കനുസരിച്ചിട്ടുള്ള മരങ്ങളും ഫലമൂലാദികളുമാണ് കൊടുത്തിരിക്കുന്നത്. അതെ, ഇവിടെയൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ആ തണുപ്പ് സമയത്ത് ഈന്തപ്പഴമാണ് ബോഡിക്ക് ആ ഹീറ്റ് കൊടുക്കാനുള്ള സാധനം കൊടുക്കുന്നത്, ഇല്ലേ? അതെ. അങ്ങനെ ഓരോ സ്ഥലത്തും പ്രകൃതി അതിൻ്റെ കൃത്യമായ രീതികളാണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ കുഴിച്ച് കുളമാക്കി അത് കളയുന്നതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലൈമറ്റ് ചേഞ്ചസിനൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരുപാടെല്ലാം വ്യത്യാസങ്ങൾ വന്നില്ലേ, വേൾഡ് വൈഡായിട്ട് തന്നെ വ്യത്യാസം വന്നു. നന്നായി. നമ്മൾ ഒരു 10 വർഷത്തേക്ക് നമ്മൾ സംരക്ഷിച്ചില്ല. ഇപ്പോഴാണ് നമ്മൾ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇതിൻ്റെ പുറകെ ഇറങ്ങി തുടങ്ങിയത്. മറ്റത് ഒരു കാലഘട്ടം മുഴുവൻ എല്ലാം ഇടിച്ച് നിരത്തി സിമെൻറ്റ് സൗധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലേക്ക് പോയി. അപ്പോൾ എല്ലാം പോയി. ആ ഒരു എക്കോസിസ്റ്റം കംപ്ലീറ്റ് താറുമാറായിപ്പോയി, നഷ്ടപ്പെടില്ല, താറുമാറായി, തകർന്നെരിപ്പണായിപ്പോയി. അപ്പോൾ അതിന് സമയമെടുക്കും. ഇനി ഒരു സൈക്കിളിൽ അത് റെഡിയായി വരും. പക്ഷേ അത് കുറച്ച് കാലഘട്ടം. അതെ, ഓരോ മനുഷ്യന് മാത്രമല്ല, ഭൂമിക്കും പ്രകൃതിക്കും ഈശ്വരന്മാർക്കും എല്ലാം ഒരു കാലഘട്ടം ഉണ്ടെന്ന് പറയുന്നത് പോലെയാണിപ്പം. ഇപ്പോൾ പ്രകൃതിയുടെ നേച്ചറിൻ്റെ ഒരു മോശ കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അത്ര നല്ലൊരു കാലഘട്ടമല്ല. എനിക്ക് തോന്നുന്നു നമുക്ക് രത്നങ്ങളെക്കുറിച്ചുള്ള ആ വിവരം, നമ്മളിപ്പം സൺസ്റ്റോണിനെ കുറിച്ച് പറഞ്ഞു. സൺസ്റ്റോണ് നമുക്ക് ഗാർനെറ്റ് നേരെ താഴെ നിൽക്കുന്നു. സൺസ്റ്റോൺ റൂബി ലൈറ്റ്, റെഡ് ജാസ്പർ, ഇതെല്ലാം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ടർമലൈൻ, റെഡ് ടർമലൈൻസ്. ഈ സൺസ്റ്റോണിന്റെ ബ്രേസ്ലെറ്റ്സ് അല്ലെങ്കിൽ ബാൻഡുകളായിട്ട് നമുക്ക് പിന്നെ ധാരാളം ഉണ്ടല്ലോ. സൺസ്റ്റോൺ ബാൻഡുകൾ ധാരാളം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാർ ഇഷ്ടം പോലെ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ ആ ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ്. ഇപ്പം ഒരു കല്ലിൻ്റെ നേച്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ് മനുഷ്യന് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡയമണ്ട് നോക്കും. ആ ഡയമണ്ടിൻ്റെ വെട്ടവും തിളക്കവും ബ്രൈറ്റ്നെസ്സും, ആ തിളക്കം, ആ ലെസ്റ്റർ, ഇത് വീനസിൻ്റെ കല്ലാണ്. അപ്പോൾ ആ ഒരു തിളക്കം, ഒരു ഷൈനിങ്ങുമാണ് ഈ കല്ലിടുമ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ കാൽഷ്യം എന്ന് പറഞ്ഞാൽ ഫുൾ കാൽഷ്യമുള്ള കോറൽസ്, വൈറ്റ് കോറൽസ് ആകട്ടെ റെഡ് കോറൽസ് ആകട്ടെ, അത് ഹെൽത്ത് ആണത് തരുന്നത്. പൈറൈറ്റ്സ് ഗോൾഡും ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് അത് മണിയാണ് അട്രാക്ട് ചെയ്യുന്നത്. പ്രോസ്പെറിറ്റി. അതാണ്. അങ്ങനെ ഓരോന്നിൻ്റെയും നേച്ചർ ആ കല്ലുകളിൽ തന്നെയുണ്ട്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ചാർട്ട് അനലൈസ് ചെയ്തപ്പം ആൾക്ക് ലഗ്നം തന്നെയാണ്, പക്ഷേ ആൾക്ക് റൂബി അവിടെ നമ്മൾ മാച്ചിങ് കൊടുത്തിട്ടില്ല. നമ്മൾ പക്ഷേ ആൾക്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗാർനറ്റ് എന്ന് പറയുന്ന ഉപരത്നമാണ്. നമുക്കങ്ങനെ ഈ ലഗ്നക്കാർക്ക്, അപ്പം സാറ് പറഞ്ഞു ലഗ്നാധിപൻ സൂര്യനാണ്, സൂര്യൻ്റെ രത്നമാണ് നമുക്ക് റൂബി എന്ന് പറയുന്നത്. അതിൻ്റെ ഉപരത്നങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഗാർനറ്റ്, അതുപോലെ തന്നെ സൺസ്റ്റോണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പം ഈ റൂബി മാച്ച് ആയുള്ളവർക്ക് അതെങ്ങനെയായിരിക്കും? അത് ആ സൂര്യൻ്റെ പൊസിഷൻ തന്നെയാണ് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ്. ആ സൂര്യൻ്റെ പൊസിഷൻ, ലഗ്നം ഫസ്റ്റ്, സൂര്യൻ്റെ പൊസിഷൻ. സൂര്യൻ റോങ് സൈഡിൽ പോയി നിൽക്കുന്നത് കൊണ്ടാണ് ആ ചിങ്ങലഗ്നക്കാരന് നമ്മൾ അതിൻ്റെ ചെറിയ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഉപരത്നമായിട്ടുള്ള ലൈറ്റ് വേർഷൻ കൊടുത്തിരിക്കുന്നത്.
മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഏത്തപ്പഴം എന്ന് പറയുന്ന ഏത്തപ്പഴം നമ്മളത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്, ഇതാണ്, ഫ്രൂട്ടാണ്. പക്ഷേ നമ്മളത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ അത് സ്റ്റൊമക്കിൽ നമ്മളുടെ മോഷനൊക്കെ ഒന്ന് ബലപ്പെടുത്തി കളയും. അപ്പോൾ നല്ലോണം വയറിളക്കമൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഏത്തപ്പഴം കഴിച്ച് അത് നിൽക്കും. എന്നാൽ നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അത് സോഫ്റ്റായിട്ട് മാറും. ഈ പേഷ്യൻറ്റിന് നമ്മൾ ഫുഡ് ഡയറക്റ്റ് ഇപ്പോൾ കൊടുക്കണ്ട, എന്നാൽ ഫുഡ് ആവശ്യമാണല്ലോ, അല്ലെങ്കിൽ ലിക്വിഡ് ആവശ്യം, അപ്പോൾ ലിക്വിഡ് രൂപത്തിൽ IV ആയിട്ടൊക്കെ കയറ്റുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ആ പുള്ളിക്ക് റൂബി മാച്ചിങ് അല്ല, എന്നാൽ അയാൾക്കത് സപ്പോർട്ട് വേണം. അപ്പോൾ അതിന് പകരം നമ്മൾ ഗാർനെറ്റ് കൊടുത്തു. റൂബി മാച്ചിങ് ആയിട്ടുള്ള ഒരു ചാർട്ട് പറയാം. അത് ചിങ്ങലഗ്നം തന്നെയാണ്. പക്ഷേ പുള്ളി ജനിച്ചിരിക്കുന്ന മേടമാസം, 4-ാം മാസം, ഏപ്രിൽ മാസം. അപ്പം അതിനകത്ത് മേടത്തിൽ സൂര്യൻ വന്നു. ലഗ്നാധിപൻ 9th ഹൗസിൽ ഉച്ചസ്ഥിതി വന്നു. ബാക്കി പല ഗ്രഹങ്ങളും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്ര സപ്പോർട്ടീവ് അല്ല. ചൊവ്വ 8ലാണ് നിൽക്കുന്നത്, വ്യാഴം 7ലാണ് നിൽക്കുന്നത്, ശനി 6ലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാം റോങ് പ്ലേസ്മെൻ്റാണ്. 6ൽ തന്നെ ശനി, കേതു ഒക്കെ നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകങ്ങളുമില്ല. ഒറ്റ ഗ്രഹം ആണ്, സൂര്യനാണ് ഇതിനകത്ത് സപ്പോർട്ടീവ്. അപ്പോൾ പുള്ളിക്ക് അത് കൊടുത്തേ മതിയാവും നമുക്ക്. അപ്പോൾ റൂബി തന്നെ പുള്ളിക്ക് കൊടുത്തു. റൂബി എന്നല്ല, പുള്ളിക്ക് ബാക്കി ഒരു സ്റ്റോണും പുള്ളിക്ക് ഇതിനകത്ത് മാച്ചിങ് അല്ല. പക്ഷേ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും എക്സോൾട്ടഡ് ആയിട്ടുള്ള വൺ ആൻഡ് ഓൺലി പ്ലാനറ്റ് സൂര്യനാണ്. അത് മതി പുള്ളിക്ക്. ആളുടെ ലഗ്നത്തിൻ്റെ അധിപനും കൂടിയാണ്. ആണ് സൂര്യനുമാണ്. സൂര്യനായപ്പോൾ എന്തായി, ആൾ നല്ല ഏത് തുറയിലും പോയാലും എന്തെങ്കിലും അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടെങ്കിലും ആൾ കയറി വരും. ആൾക്ക് തന്നെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുക. അത് ലഗ്നാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ഇത് ഭാഗ്യമുള്ള ഒരാളാണ്. അപ്പോഴേ നമുക്ക് ഈ ഭാഗ്യം എന്ന് പറയുന്നൊരു പ്രത്യേക ഘടകമാണല്ലോ. നമുക്ക് എന്തെല്ലാം ഉണ്ട്, എല്ലാം പഠിച്ച് നല്ല പഠിപ്പുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ടല്ലോ, ഭാഗ്യമില്ലെങ്കിൽ കറക്റ്റ് പൊസിഷനിൽ പോയി നമ്മൾ നിൽക്കത്തില്ല. ഞാൻ പല ചിലരുടെയും ചാർട്ടിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം അത്. ആൾ ഭയങ്കര ക്വാളിഫൈഡ് ആണ്. അവർ വരുമ്പോഴേ പറയാം, സാറേ ഇനി എടുക്കാൻ ഡിഗ്രി ഒന്നുമില്ല, പക്ഷെ ഇതുവരെ വിചാരിച്ചെടുത്ത് പോയി നിന്നില്ല. നോക്കുമ്പോൾ ഭാഗ്യാധിപൻ 8ാമത്തിൽ, ഭാഗ്യാധിപൻ 6th ഹൗസിൽ. അപ്പം ഇതിനകത്ത് അതില്ല. ലഗ്നാധിപൻ തന്നെ അതിനൊരു സവിശേഷത. ഭാഗ്യാധിപൻ തന്നെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് അതൊരു സവിശേഷതയാണ്. ലഗ്നാധിപൻ ഒരു ഭാഗ്യസ്ഥാനത്ത് നിന്നാൽ അത് മറ്റൊരു പ്ലസ് പോയിൻ്റാണ്, ഒരു ആഡ് ഓൺ സംഭവം. അത് ഇയാളെ ഒരു ഭാഗ്യമുള്ള ആളാണ്. ഇത് സൂര്യനായതുകൊണ്ട് ഇയാൾക്ക് അച്ഛനായിരിക്കും ഇയാളുടെ ഭാഗ്യം, അച്ഛൻ്റെ അനുഗ്രഹം, അച്ഛൻ്റെ ബ്ലെസ്സിങ്. മനസ്സിലായല്ലേ? അതെല്ലാം അച്ഛൻ മുഖേന അല്ല, അച്ഛൻ ഇയാളെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അച്ഛൻ പോയതോടുകൂടി എൻ്റെ ഭാഗ്യം എല്ലാം പോയി, അനുഗ്രഹം എല്ലാം പോയി എന്ന് കേട്ടിട്ടില്ല നമ്മൾ. ഇതൊക്കെ തന്നെ അത്. അപ്പോൾ ഇത് റൂബി ഏറ്റവും വളരെ മാച്ചിങ് ആയിട്ടുള്ള ഒരു അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ സൂര്യലഗ്നമാണെങ്കിലും 8th ഹൗസിൽ 6th ഹൗസിലൊക്കെ വരുന്ന പൊസിഷനിൽ നിൽക്കുന്ന സൂര്യനെ അങ്ങനെ സെമി കൊടുത്താൽ മതി. അത് എന്നാൽ ഞാൻ ഇത്രയും വർഷം പരീക്ഷിച്ച ഒരു കാര്യമുണ്ട്. ഈ ചിങ്ങലഗ്നം ഈ സൂര്യൻ നീചത്തിൽ നിൽക്കുന്നു, തുലാമാസത്തിൽ ആണ് ചിങ്ങലഗ്നം. പക്ഷേ തുലാത്തിലാണ് ജനിച്ചിരിക്കുന്നത്, തുലാമാസത്തിൽ. അപ്പോൾ സൂര്യൻ അതിന് ഞാൻ സൂര്യൻ്റെ സ്റ്റോൺ എപ്പോഴും കൊടുക്കാറുണ്ട്. അത് എഫക്റ്റീവായിട്ടുണ്ട്. അത് എക്സ്പീരിയൻസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം. അത് ഓക്കെ. അപ്പോൾ എഫക്റ്റ് വരും. ധനു ലഗ്നം, ലഗ്നാധിപൻ വ്യാഴം മകരത്തിൽ നീചപ്പെട്ടു, യെല്ലോ സഫയർ കൊടുത്ത് ബെസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ D9 ഡിവിഷണൽ ചാർട്ടോടെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒറ്റയൊരു ഡിറ്റോ ഫോട്ടോ കോപ്പിയാണെന്നാണ് പറഞ്ഞത് ഫാദറിൻ്റെ. കാണണ്ട അതേപോലെ ഇരിക്കും. ആ ഫാദർലി ഫിഗർ തന്നെയാണ് ആൾക്ക് വന്നിരിക്കുന്നത്.
ഫാദർലി ഫിഗർ വരുന്ന ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ചെന്നാൽ ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഒരു ഛായയുള്ള ആളാണ്. അപ്പോൾ എൻ്റെ ചാർട്ടിൽ സൂര്യൻ എക്സോൾട്ടഡാണ്, ഉച്ചത്തിൽ നിൽക്കുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ, അച്ഛൻ്റെ നാട്ടിലൊക്കെ ചെന്ന് പഴയ ആൾക്കാർ എന്നെ കാണുമ്പോൾ എന്നോട് ചോദിക്കും, ശിവൻ ചേട്ടൻ്റെ മോനല്ലേ? പെട്ടെന്ന് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും. അച്ഛൻ്റെ പേര് KPS നായർ, ശിവശങ്കരൻ നായർ എന്നാണ്. അങ്ങനെയാണ് ശിവാസ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കാണുന്നവർ കണ്ടാൽ ചോദിക്കും ആ ഫിഗർ വരും. കാരണം എൻ്റെ ചാർട്ടിലും സൂര്യൻ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അച്ഛൻ്റെ ആ ക്യാരക്ടർ, അച്ഛനാണ് എൻ്റെ മനസ്സിലെന്നും, അച്ഛനെ പോലെ തന്നെ ഇരിക്കുന്നത്. അച്ഛൻ താടി വെക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ താടി എടുത്തപ്പോൾ എൻ്റെ അമ്മ സമ്മതിച്ചില്ല, വേണ്ട എടുക്കണ്ട എന്ന് പറഞ്ഞു. അച്ഛനില്ല ഇപ്പോൾ. എന്നാലും ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥകൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസാണ്. എന്തുകൊണ്ടാണ് എനിക്ക് അച്ഛൻ്റെ ഫിഗർ കിട്ടിയത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുമല്ലോ. നമ്മൾ ഈ മേഖലയിൽ ഇതാണല്ലോ, അതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഇപ്പം പറഞ്ഞ ആ ഒരു ചാർട്ടിൽ ആ വ്യക്തിക്ക് ഏക സൂട്ടബിൾ ആയിട്ടുള്ള രത്നം എന്ന് പറയുന്നത് റൂബിയാണ്. ഏക സപ്പോർട്ടിംഗ് പ്ലാനറ്റ് സൂര്യനാണ്. അപ്പോൾ അവിടെ സാറ് പറഞ്ഞ ആ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ ആ സൂര്യൻ്റെ ആ പ്രത്യേകത, അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു സിമിലാരിറ്റീസ്, അല്ലെങ്കിൽ ആ ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ള ഒരു വളരെ ഭാഗ്യമുള്ള ഒരു ചാർട്ടാണ് എന്ന രീതിയിലാണ്. അപ്പൊ അവിടെ ആൾക്ക് വേണ്ടതും ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ കല്ല് തന്നെ ആൾ വെട്ടം വെളിച്ചമാണല്ലോ, പ്രകാശമാണല്ലോ. അത് നന്നായ തന്നെ പകുതി കാര്യങ്ങൾ റെഡിയാണ്. സൂര്യൻ ഈ നീചാവസ്ഥയിലും സൂര്യശനി ബന്ധമൊക്കെ ഉള്ളവരുടെയൊക്കെ ചാർട്ട് ഞാൻ നോക്കുമ്പോൾ അവർക്കൊന്നും അവർ വേണ്ട റീച്ചിൽ വന്നിട്ടില്ല. അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അവർ നല്ല കഴിവുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ആ അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. ജോലിയിൽ എത്ര കടന്നു പണിതാലും ആക്സെപ്റ്റൻസ് കിട്ടത്തില്ല. അത് ഈ മറ്റുള്ള ഗ്രഹങ്ങളുടെ ആ ഒരു സ്വാധീനം, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻസ് അനുസരിച്ചല്ലേ ഇത് സംഭവിക്കും. സൂര്യന് തന്നെ ആദ്യം ഒരു റോങ് എഫക്റ്റ് വരണം. മറ്റ് സൂര്യനുമായിട്ട് ചേർന്ന് പോകാത്ത ഗ്രഹങ്ങൾ ആയിട്ടുള്ളൊരു യോഗം വന്നാൽ മതി. ഒന്നുമല്ല, ദൃഷ്ടി വന്നാൽ ശനിയും ചൊവ്വയും തമ്മിൽ പരസ്പര ദൃഷ്ടി, ശനിയും സൂര്യനും തമ്മിൽ പരസ്പര ദൃഷ്ടി, അല്ലെങ്കിൽ സൂര്യനും ശനിയും ഒരുമിച്ച് നിൽക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ ജനറലി നോക്കുമ്പോൾ ആ ആൾക്ക് പഠിച്ചതിൻ്റെ ജോലിയായിരിക്കില്ല കിട്ടുന്നത്, വേറെ മേഖലയിലേക്ക്. ഞാൻ പഠിച്ച ഇതുവരെ ഇതാണ് സാറേ, പക്ഷേ അതിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ആ ഒരു മൈനസ് പോയിൻ്റ് അവിടെ വരും. അത് വളരെ സത്യമായ കാര്യം. നമുക്ക് കർമ്മരംഗമൊക്കെ ഉണ്ട്. 10th ഹൗസ് എന്ന് പറഞ്ഞാൽ കർമ്മരംഗം നന്നായിട്ടാണ് നിൽക്കുന്നതെങ്കിലും പഠിച്ച ഈ നമ്മൾ ക്യാമ്പസ് സെലക്ഷൻ എന്ന് പറയല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആൾക്കാർ കൊണ്ടുപോകും. ആ ഒരു പഠിച്ച കാര്യത്തിൽ തന്നെ ആ മേഖലയിൽ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനായിട്ട് പറ്റും. അത് ഈ പറയുന്ന പോലെ സൂര്യൻ്റെ കൂടെ നല്ല ഗ്രഹങ്ങൾ സൂര്യൻ, ഞാൻ ഇപ്പോഴും പറയാം, സൂര്യൻ, ചന്ദ്രൻ, ലഗ്നം, ഈ 3 സംഗതികൾ തമ്മിൽ കോമ്പിനേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തി വളരെ സക്സസ്ഫുൾ, വിജയകരമായിട്ടുള്ളൊരു ജീവിതമായി. മൈനസ് എവിടെയെങ്കിലും കാണുവേ, അതില്ലാതെ ഇല്ല. അത് എനിക്കുണ്ട്, ഉല്ലാസിനുണ്ട്, ഈ ഫ്ലോറിൽ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട്, പ്ലസ് ആൻഡ് മൈനസ്. ഇപ്പോൾ ഈ സാറ് പറഞ്ഞ ഈ വ്യക്തിക്ക് നമ്മൾ റൂബിയാണ് കൊടുത്തിരിക്കുന്നത്. ആള് അതിൻ്റെ ഒരു ക്യാരക്ടേജും അല്ലെങ്കിൽ അതിൻ്റെ പുള്ളിക്ക്, കാരണം പുള്ളിക്ക് ഔട്ട് ഓഫ് 9 പ്ലാനറ്റ്സിൽ ഈ സൂര്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്ക് ഇച്ചിരി വലിയ ക്യാരറ്റാണ് കൊടുത്തിരിക്കുന്നത്. 4 to 5 ക്യാരറ്റ്സ്. അത് 6-7 ഒന്നും വേണ്ട. ഒരുപാട് ചൂട് ബോഡി ഹീറ്റിലേക്ക് വരും. സാർ പറഞ്ഞു ചിങ്ങം തന്നെ ഒരു ഹീറ്റിൻ്റെ ഒരാളാണ്. പിന്നെ ചിങ്ങം എന്ന് പറയുമ്പോൾ ഈ മേടത്തിലാണ് നിൽക്കുന്ന സൂര്യന്. മേടം നമ്മുടെ ശിരസ് ഭാഗമാണ്. നമുക്ക് ഒരുപാട് ചൂട് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് രക്തം കൊടുക്കുമ്പം ഈ ഗ്രഹം ഇവിടെ നിൽക്കുന്നു, അതിന് എന്ത് വെയിറ്റേജ് ഉണ്ട്, ഏത് ഡിഗ്രി നിൽക്കുന്നു, അത് നമ്മുടെ ഈ വ്യക്തിയുടെ ഏത് ഹൗസും ഏത് പാർട്ടുമായിട്ടാണ് കണക്റ്റഡ്, ഏത് പാർട്ട്
ശിരസാണോ, അബ്ഡമനാണോ, ലോവർ അബ്ഡമനാണോ, തൈസാണോ, നീ ടോയാണോ, എല്ലാം കണക്റ്റഡാണ്. ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൊടുത്താലും റിസൾട്ട് വരാത്ത ആൾക്കാരുണ്ട്. ചിലർക്ക് വളരെ ഫാസ്റ്റായിട്ടും ചിലർക്ക് വളരെ സ്ലോയിലും ആയിരിക്കും റിസൾട്ട് വരുന്നത്. എന്നിട്ട് നാളെ റിസൾട്ട് ഇല്ല. അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയില്ല. വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരല്ലേ, എല്ലാ മേഖലയിലും ഇല്ലേ. KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, ഓർഡിനറി ഉണ്ട്. അതെന്ത് പിന്നെ തരംതിരിച്ച് അപ്പം എല്ലാത്തിനകത്തും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ. അത് ആ ബോഡി നേച്ചർ, അത് കല്ലിൻ്റെ നേച്ചറല്ല, ആൾ നേച്ചർ. ഇത് ആ ബോഡി അത് അക്സെപ്റ്റ് ചെയ്ത് പതുക്കെ പറ്റുള്ളൂ. തലയിൽ എണ്ണ പിടിക്കാതെ എത്ര പേരുണ്ട് ഇല്ലേ? എണ്ണ തേച്ച് കൊടുക്കുക, അത് സൈനസ് അളകും മറ്റേതളകും അങ്ങനെയുള്ളതുണ്ട്. എന്നാൽ എന്നും എണ്ണ തേക്കാതെ ഇരിക്കാൻ മേലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ശരീരപ്രകൃതി അത്. അതിലൊക്കെ ആ ബോഡി ഈ കല്ലിൻ്റെ എനർജി വരുമ്പോൾ അത് പലതരത്തിലായിരിക്കും അത് റിസൾട്ട് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ചിങ്ങ രാശിയെക്കുറിച്ച് അല്ലെങ്കിൽ ചിങ്ങരാശിയിൽ നമ്മൾ ചൊവ്വയുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ആ ചിങ്ങ ലഗ്നത്തിൽ ചൊവ്വയുടെ ഒരു സ്വാധീനത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പുള്ള ഓരോ സൈനിൽ നമ്മൾ പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഈ ഒരു സിംഹരാശിയിലും അതെങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ സൈൻ ഓഫ് ലിയോ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊന്നും ഒരു വിക്ടറി സൈൻ, അത് ഒരു സക്സസ്ഫുൾ സൈനാണ് ചിങ്ങം. അപ്പോൾ അതിനകത്ത് വിവിധ തരത്തിലുള്ള ഗ്രഹങ്ങൾ വന്ന് നിൽക്കുന്നത്. ചൊവ്വയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ചൊവ്വ പലതരത്തിൽ, ചൊവ്വയും സൂര്യനുമായിട്ടുള്ള കൺജക്ഷനൊക്കെ പറഞ്ഞാൽ ഗംഭീര കൺജക്ഷൻസാണ് യോഗം. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തണം. പ്രേക്ഷകരോട് ആ ഒരു വിവരം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമസ്കാരം.